ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കട്ടിങ് പഠിച്ചു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്. അടുത്തത് നമ്മൾ സ്റ്റിച്ചിങ് ആണ് പഠിക്കാൻ പോകുന്നത്. എങ്ങനെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ള വീഡിയോയാണ് അടുത്തത് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ആദ്യം ഇടേണ്ടത് 1.5 ഇഞ്ച് വീതിയിലെടുത്ത ടക്ക് ഇങ്ങനെ തയ്ച്ചതിന് ശേഷം തയ്യൽ തുമ്പ് നീളത്തിലിട്ട് വേണം കട്ട് ചെയ്യാൻ. അത് ടക്ക് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അടുത്തത് കഴുത്തിൻ്റെ വശത്തെ ടക്ക്. ഇതിന് 1/2 ഇഞ്ച് വീതി ഉണ്ടാവണം. തയ്ച്ചു വരുന്തോറും നേർത്ത് വരണം. അതും തയ്യൽ തുമ്പിട്ട് വേണം കട്ട് ചെയ്യാൻ. അടുത്തത് കൈക്കുഴിയുടെ വശത്തെ ടക്ക്. അതും തുടങ്ങുന്ന ഭാഗം 1/2 ഇഞ്ചും അവസാനിപ്പിക്കുന്നത് ചരിച്ച് ഷേപ്പിൽ നേർപ്പിച്ചും അവസാനിപ്പിക്കണം. ഇങ്ങനെ 2 പീസിൻ്റെയും ടക്കിടുക. ഇങ്ങനെ അടിച്ചതിന് ശേഷം ഈ 2 തുമ്പും, അതായത് ഇത് ഫ്രണ്ടിൽ സെൻറ്ററിൽ വരുന്ന തുമ്പാണ്. ഈ 2 തുമ്പിനും ഏറ്റക്കുറച്ചിലുണ്ടോ എന്ന് നോക്കണം. ഈ ഏറ്റക്കുറച്ചിലുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഇതിനഥവാ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യണം. കംപ്ലീറ്റ് പണിയും തീർന്നു. അതായത് ടക്കിട്ടു, പടി പിടിപ്പിച്ചു, 2 വശത്തെയും പടി പിടിപ്പിച്ചു, ടക്കിട്ട് കട്ട് ബാൻഡ് പിടിപ്പിച്ച്, ഐ ഹോൾ പിടിപ്പിച്ച്, ഹുക്കിൻ്റെ പടി പിടിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസ് കംപ്ലീറ്റ് ആയി. 2 വശവും, ഇടതുവശവും വലതുവശവും. അടുത്തത് ബാക്ക് പീസ് തയ്ക്കുക. ബാക്ക് പീസിന് ഇങ്ങനെയാണിത് കെട്ടിടുന്നത്, കണ്ടോ? എന്നിട്ട് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തയ്ക്കുന്ന ഉടൻ അതിൻ്റെ ബാലൻസ് വരുന്ന തുണി, നൂല് ഒക്കെ വെട്ടി മാറ്റിയേക്കുക. ഈ പീസിനെ ഇങ്ങനെ മടക്കിക്കൊണ്ട് പകുതി തയ്യൽ തുമ്പ് ഉള്ളിൽ പോകുന്ന രീതിയിൽ വെച്ച് ഹോളടിക്കണം. കണ്ടോ? ഇങ്ങനെ പകുതി ഉള്ളിലും പകുതി നല്ല വശത്തും. കണ്ടോ? ആദ്യം ഒന്ന് താഴെ സ്റ്റിച്ച് ചെയ്ത് പ്രഷർ പൊക്കിക്കൊടുത്ത് നമ്മുടെ ഹോളിൻ്റെ എത്ര വലിപ്പം വേണോ ഹോളിന്, അതായത് ഹുക്കിൻ്റെ ആ പുറപ്പ് വശം കയറുന്നതിനുള്ള സ്പേസ് മതി. കണ്ടോ? അത് നമ്മളൊന്ന് മാർക്ക് ചെയ്തേക്കുക. അപ്പം ഇതിപ്പോൾ ഇത്രയും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഉദ്ദേശം തയ്ക്കുന്നവരൊക്കെ ഒരു ഉദ്ദേശം വെച്ച് ഇങ്ങനെ ഇടുവാണ്. അപ്പം നിങ്ങൾക്ക് ആദ്യം അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ 7.5 ഇഞ്ചുണ്ട്, 5 ഇഞ്ച് വരണം. ഇപ്പോൾ 2, 1.5, 3, 4.5, 6 അങ്ങനെ വരും. അപ്പോൾ 1.5, 1.25 ഇഞ്ച് സ്പേസിൽ അടുത്തത് ഇട്ട് പോയാൽ മതി. കണ്ടോ? 1, 2, 3, 4 അടുത്തത് വരുമ്പോൾ ഇവിടെ വരും. കണ്ടോ? ഇവിടെ എപ്പോഴും, അതായത് ഈ 3 ഹുക്ക് ഒരു കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്തതിന് ശേഷം ഈ 2 പീസും ഒന്നിച്ച് പിടിക്കുക. ഈ 2 പീസും ഒന്നിച്ച് പിടിച്ച് ഒരേ അളവിൽ ഈ പീസ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ 2 വശവും നമ്മൾ തയ്ക്കുമ്പോൾ തയ്യൽ തുമ്പിന് വ്യത്യാസം വരും. രണ്ടും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ തയ്യൽ തുമ്പിൽ ഇപ്പം തന്നെ കണ്ടോ, ഇതിനൊരു ചരിവില്ലേ? കണ്ടോ? അപ്പോൾ ഈ ചരിവ് കൂടെ നമ്മൾ കറക്റ്റ് ചെയ്ത് വെട്ടണം. കണ്ടോ? ഇപ്പം നമ്മുടെ കട്ട് ബാൻഡിൻ്റെ പണി കഴിഞ്ഞു. ഇനി ഈ കട്ട് ബാൻഡ് നമ്മുടെ ഫ്രണ്ട് പീസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പീസിനെ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ച് നമ്മൾ തയ്ക്കുവാണെങ്കിൽ കാണാമല്ലോ, കറക്റ്റായിട്ട് നമ്മൾ വെച്ച് തയ്ക്കുവാണെങ്കിൽ ഈ പീസ് ഒരല്പം ഇങ്ങോട്ട് മാറി നിൽക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് തിരിച്ചു വെച്ച്, അതായത് ഇതിൻ്റെ നല്ല വശം
ഇതിൻ്റെ നല്ല വശവും ചേർന്നിരിക്കുന്ന രീതിയിൽ വെച്ച് 1/4 ഇഞ്ച് കട്ട് ബാൻഡ് വെളിയിലേക്ക് കിടക്കണം. മനസ്സിലായോ? 1/4 ഇഞ്ച് കട്ട് ബാൻഡ് വെളിയിലേക്ക് കിടക്കണം. ഇങ്ങനെ വെച്ച് വേണം കട്ട് ബാൻഡ് അടിക്കാൻ. കട്ട് ബാൻഡ് ഫ്രണ്ട് പീസുമായിട്ട് അറ്റാച്ച് ചെയ്യാം. വലിക്കരുത്. കട്ടിങ് നമ്മൾ ടക്കടിച്ച പീസിനെ ഇതാ ഇങ്ങനെ മടക്കി ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് വേണം ഈ പീസിന് അടിച്ചു മാറ്റാൻ. കട്ട് ബാൻഡ് എപ്പോഴും 2 അടി അടിക്കണം. അടുത്തത് ഈ പീസിലേക്ക് കട്ട് ബാൻഡ് അറ്റാച്ച് ചെയ്യണം. കട്ട് ബാൻഡ് അറ്റാച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഒരു 1/4 ഇഞ്ച് കട്ട് ബാൻഡിനെ ഈ പീസിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി തള്ളിയിടുക. എന്നിട്ട് വേണം കട്ട് ബാൻഡ് അടിക്കാൻ. ഇങ്ങനെ അടിക്കുന്ന തയ്യൽ തുമ്പെല്ലാം കറക്റ്റായില്ലെങ്കിൽ കയറ്റിറക്കം ഉണ്ടാവും. ഇത് എത്ര അടി അടിക്കണം? 2. അപ്പോൾ നമ്മുടെ കട്ട് ബാൻഡിൻ്റെ പണി കഴിഞ്ഞു. ഓക്കെ. പീസ് തിരിഞ്ഞു പോകാതിരിക്കാനായി കറക്റ്റാണോ എന്ന് വെച്ച് നോക്കുക. അപ്പം ഇടതുവശവും വലതുവശവും ഇതേപോലെ കറക്റ്റായിട്ട് വരണം. ഈ ടക്ക് ഇട്ടതെല്ലാം ഈ പോയിൻറ്റും കറക്റ്റായിരിക്കണം. ഇത് രണ്ടും കറക്റ്റായിരിക്കണം. ഇവിടെയും കൈക്കുഴിയുടെ ഭാഗത്തെ 2 വശത്തെയും കറക്റ്റായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ തയ്യൽ തുമ്പും ഫ്രണ്ടിലെ പടി പിടിപ്പിക്കുന്ന തയ്യൽ തുമ്പും കറക്റ്റാണെങ്കിലേ നമ്മൾ പടി പിടിക്കുമ്പോൾ പെർഫെക്ഷൻ ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ കയറിയും കുറഞ്ഞും ഇരിക്കും. അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ഇത്ര ഓക്കെ ആണല്ലോ. ഇത് കറക്റ്റായിട്ടാണ് പടി എടുക്കുന്നതെങ്കിൽ ഇതിനെ നമ്മൾ ഇങ്ങനെ മടക്കുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഇച്ചിരി ചരിവാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഇച്ചിരി കൂടുതൽ വരും. നമ്മൾ ഈ കറക്റ്റായിട്ടാണ് നമ്മൾ മുറിച്ചതെങ്കിൽ ഇതിങ്ങനെ ഇത്രയേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെ ഒരു ചുളിവ് വരും ഹെം ചെയ്യുമ്പോൾ. ഇതിനാണ് നമ്മൾ 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് പടി പിടിപ്പിക്കുന്നത്. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് നിവർത്തി കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇതിപ്പോൾ കറക്റ്റിന് നമുക്ക് കിട്ടിയില്ലേ. ഇവിടെയും അതേപോലെ കണ്ടോ. ഇപ്പോൾ ഇതിൻ്റെ പൊസിഷൻ നോക്കിക്കുക എങ്ങനെയാണെന്ന്. കണ്ടോ, സൈഡ് വന്നാണ്ടോ? കണ്ടോ, ഇതിങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമ്മൾ ഹെമ്മിങ് ചെയ്യുമ്പോൾ ചുളിവ് വരാതിരിക്കത്തുള്ളൂ. അല്ല എങ്കിൽ ഇത്രയേ നമുക്ക് പീസ് കിട്ടത്തുള്ളൂ. നേരെ നമ്മൾ പിടിച്ചടിക്കുവാണെങ്കിൽ അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചുളിവ് വരും. ഇതിന് നമുക്ക് ചുളിവ് വരത്തില്ല. മനസ്സിലായോ? ഇനി ഈ പീസിലേക്ക് നമ്മൾ ഫ്രണ്ട് പീസിനെ അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. അതായത് വെട്ടിയ തുണിയുടെ ബാക്ക് പീസിൻ്റെ നല്ല വശത്തേക്ക് ഈ വെട്ടിയ പീസ് സമമായിട്ട് വെക്കുമ്പോൾ 1/2 ഇഞ്ച് വെളിയിലേക്ക് തള്ളിയിട്ട് ഒരു പ്രസർ വീതി തയ്യൽ തുമ്പ്. ഒരു പ്രസർ വീതി എന്ന് പറയുന്നത് ഇത് 1/4 ഇഞ്ച്, 1/2 ഇഞ്ച്, 3/4 ഇഞ്ച്, 1 ഇഞ്ച്. അതിനാണ് ഇവിടെ ഈ വരയും കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ അളവുകളും കൊടുത്തിട്ടുണ്ട്. കേട്ടോ, ഇത് 1/4 ഇഞ്ച് എന്ന് പറയുന്നതാണ് ഒരു പ്രസർ വീതി. 1/2 ഇഞ്ച് അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബ്ലൗസിൻ്റെ സൈഡിലൊക്കെ ഒരേ അകലത്തിൽ അടിച്ചടിച്ചിടും 2-3 തയ്യൽ. അത് നമുക്ക് വണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനാണ് ഈ തയ്യൽ തുമ്പ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ അളവ് നോക്കി ഇപ്പം ഞാനിത് 1/4 ഇഞ്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ലെവലിൽ നമ്മളിതിനെ ഇങ്ങനെ അങ്ങ് അടിച്ചു പോകുക. ഇവിടെ നോക്കണം, ശ്രദ്ധിച്ചാൽ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാനുള്ള സംഭവം. ഈ അറ്റം വരുമ്പോൾ കെട്ടിട്ട് നിർത്തണം. അതിനുശേഷം തയ്യൽ തുമ്പ് നമ്മൾ പിടിപ്പിച്ച പീസിൻ്റെ, അതായത് എക്സ്ട്രാ പിടിപ്പിച്ച പീസിൻ്റെ താഴെ വരുന്ന രീതിയിൽ പതിച്ചടിക്കും.
പിടിപ്പിച്ചതിന് ശേഷം 3 പീസാണ് വേണ്ടത്. അപ്പോൾ കട്ടിയുള്ള തുണി അല്ല, നൈസ് തുണിയാണെന്നുണ്ടെങ്കിൽ കട്ടിയുള്ള ഒരു പീസ് വേണം അകത്തിട്ട് കൊടുക്കാൻ. ഇതിപ്പോൾ ഞാനൊരു നൈസ് ടിപ്പിൻ്റെ ഒരു പീസാണ് അകത്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് ഇടതുവശവും വലതുവശവും കണക്കാക്കി വയ്ക്കുക. ഇങ്ങനെ വെച്ച് പിൻ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു പിൻ ചെയ്യുക. പിൻ ചെയ്തതിന് ശേഷം വേണം ഇത് നമ്മൾ തയ്ച്ചു തുടങ്ങാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് തയ്ക്കുമ്പോൾ വശം തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു പ്രസർ വീതിയിട്ട് സ്റ്റിപ്പ് തയ്ക്കുക. സ്റ്റിപ്പുമായിട്ട് ഈ 2 പീസ് തുണിയെ അറ്റാച്ച് ചെയ്യുക. ഒരേ തയ്യൽ തുമ്പായിരിക്കണം. തയ്യൽ തുമ്പിന് വ്യത്യാസം വരുമ്പോൾ ഷേപ്പ് അടിക്കുന്നതിനും അത് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോഴും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. അതിനു വേണ്ടിയാണ് തയ്യൽ തുമ്പ് കറക്റ്റായിട്ട് അടിക്കണമെന്ന് പറയുന്നത്. ഇതിന് ശേഷം ഒരു പീസിനെ നിവർത്തി വെച്ചുകൊണ്ട് പതിച്ചടിക്കുക. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പതിച്ചടിച്ച പീസ് ചീത്ത വശവും പതിച്ചടി വീഴാത്ത പീസ് നല്ല വശവുമാണ്. ഇപ്പം നമുക്കിത് ഇടതുവശത്തെ കട്ട് ബാൻഡാണ് ഇപ്പം നമ്മൾ അടിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്തത് വലതുവശത്തെ കട്ട് ബാൻഡ് വരുമ്പോൾ തിരിച്ച് വെച്ച് നോക്കി ഇങ്ങനെ വേണം കട്ട് ബാൻഡ് അടിക്കാൻ. അപ്പോൾ ഇടതും വലതും തിരിഞ്ഞു പോകാതെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം അഴിച്ച് ചെയ്യേണ്ടി വരും. ഇതിന് ശേഷം ഈ കട്ട് ബാൻഡിനെ ഷേപ്പ് ചെയ്ത് അടിക്കുക. പ്രസ്സിങ് അടി, അതായത് പതിച്ചടിച്ച വശം ചീത്ത വശത്തേക്ക് പോകണം. നമ്മൾ ഇതേപോലെ കട്ടിങ് ഷേപ്പ് ചെയ്ത് അടിക്കുക. വേണ്ട